ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, രാവിലെ അനുമോള് അനീഷിനെ ഒരുക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിത് അയച്ചിരിക്കുന്നത്. ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാണ്. ഇവരൊക്കെ വളരെ സ്നേഹമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടെങ്കിലും അപ്പോൾ തന്നെ തീർത്തുകൊണ്ട് വളരെ സ്നേഹമായിട്ട് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ആർമീസും വീട്ടുകാരൊക്കെ തമ്മിലടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൂറയുടെ ഫേസ് നിങ്ങൾ കണ്ടോ? നൂറയുടെയും ആദിലയുടെയും ഫേസ് നിങ്ങൾ കാണണം. അത് കഴിഞ്ഞ് പുച്ഛിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്ക്രീൻഷോട്ടാണ്. അത് ഒരുമാതിരി പുച്ഛത്തോടുകൂടി മുഖം കോട്ടിയിട്ട് അക്ബറിനെ നോക്കി ചിരിക്കുന്നതാണ്. അപ്പോൾ അക്ബർ ഒരു കോമഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ ആദിലയെ നൂറയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഷാനവാസിക്കയാണ് ഇപ്പോൾ അനീഷിനെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കുറേ കളികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കാരണം പല സമയത്തും ഞാൻ ഈ ലൈവ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ആദിലയെ നൂറയും ഷാനവാസ് കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. രാത്രിയിലും എപ്പോഴും രാവിലെ അനുമോൾ ഉണരുന്നതിന് മുമ്പും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആദില നൂറ അതുപോലെ ചെന്നിട്ട് അത് അനുമോളോട് വേറൊരു രീതിയിൽ അനുമോളെക്കെതിരെ പറയും. അനുമോളോടുത്ത് അനീഷിനെതിരെയും മറ്റും പറയും. അപ്പോൾ അനുമോൾ തീർച്ചയായിട്ടും അനുമോൾ അതിനെതിരെ പ്രതികരിക്കുകയോ അനുമോളെ സംബന്ധിച്ചോളം ദേഷ്യം മുഖത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാണിക്കും. അപ്പോൾ ആ ഒരു ഫേസ് കാണിക്കുമ്പോൾ അനുമോൾ ഓൾറെഡി നെഗറ്റീവ് ആവും എന്നിവർക്ക് ഉറപ്പായിട്ടും അറിയാം. കാരണം ആദിൽ നെഗറ്റീവ് ആയത് അനീഷിനോട് വഴക്കിട്ടപ്പോഴാണ്. അപ്പോൾ അതേ കണക്ക് മോശമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുമെന്ന് ഇവർക്കറിയാം. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇതുപോലെ തന്നെ ആദിലയും നൂറയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ഫ്രണ്ട് എന്നുള്ള ലേബലിൽ പിന്നെ അനുമോളെടുത്ത് ഇത് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഷാനവാസ് ഏതോ വലിയ കാര്യങ്ങൾ തുറന്നു കാട്ടിയ പോലെ രാവിലെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള അലിഗേഷൻ പറഞ്ഞു. അതും ആദിലയും നൂറയെ കൊണ്ടാണ്. അതിനുശേഷം ഈ ക്യാമറയുടെ മുന്നിൽ അനീഷ് ആ കാര്യം പറഞ്ഞു, എൻ്റെ പാഠം വിറ്റിട്ടില്ല, ബിഗ് ബോസ് അത് അന്വേഷിക്കണം, ഞാനങ്ങനെ PR കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദില പറയുന്നു, അയാൾ ഇത്ര കടന്ന് തിളയ്ക്കുന്ന എന്തിനാണ്? അയാൾ തിളയ്ക്കുന്ന കാണുമ്പം ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് സത്യമങ്ങാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു. അപ്പം ഒരു കള്ളം പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടല്ലോ അയാളുടെ തിളപ്പ് കണ്ടിട്ട് എന്നുള്ള ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അവർ കള്ളമാണെന്ന് അവർ തന്നെ സ്വയം പറയാണ്. അപ്പോൾ ആദിലയും നൂറയും വെച്ചുകൊണ്ട് ഷാനവാസ് കളിക്കുന്ന ഒരു കളിയിലാണ് ഈ നടന്നു പോകുന്നത്. അതിൽ എന്തായാലും രാവിലെ തന്നെ അനുമോള് ഈ ഇന്നലെ മേക്കപ്പ് ഇട്ട് കൊടുത്ത അനീഷിന് അനുമോളാണ്. അപ്പോൾ മേക്കപ്പ് ഇട്ട് കൊടുക്കത്തില്ല എന്ന് ലിപ്സ്റ്റിക്കൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷിന് അത് പേടിയുണ്ടായിരുന്നു, ഇനി ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇട്ട് കൊടുക്കാതിരിക്കാൻ, കാരണം ആ മേക്കപ്പ് നല്ല അടിപൊളിയാണല്ലോ. ജോക്കറിൻ്റെ അനുമോൾ ഇട്ട് കൊടുത്ത മേക്കപ്പ് അടിപൊളിയായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ അതിനകത്ത് അനുമോൾ വീണില്ല. അനുമോൾ രാവിലെ മേക്കപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഒരു കാര്യം അതിന് മുമ്പാണ് പറഞ്ഞത്, ഈ ആർമികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള അനീഷിൻ്റെ ആർമി അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞ് അനുമോളെ അറിയിച്ചു. അപ്പോൾ അനുമോൾ അറിയാത്ത ഭാവത്തിൽ, അറിഞ്ഞോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അറിയാത്ത ഭാവത്തിൽ പറഞ്ഞു അത് അനീഷിൻ്റെ ആർമി ആയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവർക്ക് ഇവർ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയതിന് ശേഷം അപ്പോൾ അവർക്ക് സന്തോഷമായി. എന്തായാലും ഇനി അനീഷിനോട് അനുമോൾക്ക് ദേഷ്യമായിരിക്കും. അപ്പോൾ ആ ദേഷ്യം പുറമേ കാണിക്കുമെന്ന് മേക്കപ്പ് ഇടാതിരിക്കുമ്പോൾ പ്രേക്ഷകർ കാണും. അപ്പം പ്രേക്ഷകർ നെഗറ്റീവ് ആക്കിക്കോളും അനുമോളെ എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അനുമോൾ ആ വലയിൽ വീണില്ല, ഭാഗ്യത്തിന് വീണില്ല, എനിക്ക് തോന്നുന്നത് അതാണ്. അതുകൊണ്ട് അനുമോൾ അനീഷിന് മേക്കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് നിവിൻ അനുമോക്കിട്ട് പണിയാൻ നോക്കിയായിരുന്നു. പറഞ്ഞു, നിങ്ങൾ അനീഷിനോട് പറഞ്ഞു, നിങ്ങൾ മിത്രങ്ങളെല്ലാം പിണങ്ങിയോ, മിത്രത്തിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴും അനുമോൾ പറഞ്ഞു അതൊക്കെ അനീഷേട്ടാ, അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഒരു ഹൗസിനുള്ളിൽ അവർ കണ്ടസ്റ്റൻ്റ് സന്തോഷവും സങ്കടവും ദേഷ്യമൊക്കെ അവർ പ്രകടിപ്പിച്ച് അവർ നിൽക്കുന്നു. ഈ പുറത്തുള്ള ആൾക്കാർ അവരെ എന്ത് ചെയ്യണം, അവർ ബൂസ്റ്റപ്പ് ചെയ്യണം. അവരുടെ ഓരോ ഗെയിമാണ്, ആ ഗെയിമിന് ബൂസ്റ്റപ്പ് ചെയ്യണം. അല്ലാണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞ് മോശമാക്കാൻ പരസ്പരം ശ്രമിക്കാതിരിക്കുക. എനിക്കിപ്പോൾ അതേ ഉള്ളൂ പറയാൻ. കാരണം ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ള ഒരാളെന്ന നിലയിൽ, അത്യാവശ്യം ആൾക്കാരോട് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ഞാനിത് പറയുന്നതാണ്. നിങ്ങൾ പരസ്പരം ചെളി വാരി എറിയാതിരിക്കുക.